നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കുറച്ചും എടുക്ക്, ഞാൻ പിടിക്കാം. വേണ്ട, ഞാൻ എടുത്തോളാം. അമ്മേ, ദേ പ്രണവിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് എല്ലാവർക്കും ഡ്രസ് എടുത്തിട്ടുണ്ട്. നോക്ക്, ഇത് അമ്മയ്ക്ക്. പ്രണവേ, ഇത് നിനക്കുള്ളത്. ഞാനാ സെലക്ട് ചെയ്തേ. നോക്കിട്ട് ഇഷ്ടമല്ലേ പറയണം, നമുക്ക് മാറ്റിയെടുക്കാം. ഏട്ടത്തിയുടെ സെലക്ഷൻ അല്ലേ, ഒരു മാറ്റമില്ല. ഫൈനൽ ഡ്രസ് ഇത് തന്നെ. യാമിനി മോളെ, ഇത് നിനക്കുള്ളതാ. അച്ഛാ, അച്ഛൻ്റെ ഇത് ഇത് അച്ഛനുള്ളത്. അമ്മയ്ക്കുള്ളത് നീ കൊടുത്താ മതി. കൊണ്ടുവന്ന് കൊടുത്തിട്ട് വാ. ഞാൻ പോയി കൊടുത്തിട്ട് വരാം. മോളെ, നീ ഇപ്പൊ അങ്ങോട്ട് പോണ്ട. അതെന്താ ഇപ്പൊ പോണ്ടെന്ന് പറയുന്നേ? ഇപ്പൊ അങ്ങോട്ട് പോകാതിരിക്കുന്നതാ നല്ലത്. എന്ത് പറ്റി വേറു? ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ചു, എല്ലാവരുടെയും മുഖത്തൊരു ടെൻഷൻ. ഒന്നുമില്ലടാ, ചെറിയൊരു വിഷയമുണ്ട്. വിഷയം ചെറുതൊന്നുമല്ല. നീ നിധിയുടെ പേരിൽ പുതിയൊരു കമ്പനി തുടങ്ങുന്നു എന്ന് പറഞ്ഞില്ലേ? അത് വസുവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്താ ഗൗതം അമ്മ പറയുന്നത്? ഏത് കമ്പനി? എന്റെ പേരിൽ കമ്പനി തുടങ്ങുന്നോ? അത് വേറൊന്നുമല്ല. പ്രണവിന്റെ ബർത്ത്ഡേ ഫംഗ്ഷനിൽ വെച്ച് നിനക്കൊരു സർപ്രൈസ് തരണമെന്ന് ആലോചിച്ചതാ. പക്ഷേ ഈ പാറുമെല്ലാം നശിപ്പിച്ച് സർപ്രൈസ് പൊളിച്ചു. ഇനിയിപ്പം വലിയ സർപ്രൈസ് ഒന്നും കാത്തു സൂക്ഷിച്ചിട്ട് കാര്യമൊന്നുമില്ല. വസു ആകെ ഇടഞ്ഞു നിൽക്കുക. അവള് തന്നെ എല്ലാം പുറത്തു പറയും. എനിക്കറിയില്ല ഇത് എന്തു സ്വഭാവമാണെന്ന്. നീതിക്ക് എന്തെങ്കിലും നല്ലത് സംഭവിച്ചാ അപ്പ വസു ഇടയും. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താന്ന് വെച്ചാ ഒന്ന് തെളിച്ചു പറയ. ഇനിയൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഞാൻ പറയാം മോളെ. ആ ജപ്പാൻ കമ്പനിയുടെ പുതിയ പ്രോജക്റ്റ് നിധി എന്റർപ്രൈസസ് എന്നുള്ള പുതിയ കമ്പനി രൂപീകരിച്ച് അതിന്റെ പേരിൽ തുടങ്ങാനാണ് ഗൗതമിന്റെ തീരുമാനം. ഒരു സിസ്റ്റർ കൺസേൺ. ചേച്ചി അതിന്റെ പ്രൊജക്ട് ഹെഡ് ആക്കാനായിരുന്നു ആലോചന. അതറിഞ്ഞപ്പോ മുതൽ വസുന്ധരാനി ദേഷ്യത്തിലാ. പിണങ്ങിയിരിക്കുക മുറിയില്. എന്താ ഗൗതം ഇത്? ഫാക്ടറിയും കമ്പനി ഓഫീസ് ഒന്നും എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ? എന്നിട്ട് എന്റെ പേരിൽ എന്തിനാ ഒരു കമ്പനിയും പ്രോജക്ട് ഹെഡ് എന്നുള്ള പോസ്റ്റും ഒക്കെ? വസുന്ധരാന്റിയുടെ പേരിൽ തന്നെ പുതിയ കമ്പനി തുടങ്ങണം. ആന്റിയെ പ്രോജക്ട് ഹെഡും ആക്കണം. അതാണ് നല്ലത്. ഇല്ല, ആ പ്രോജക്റ്റ് തിരികെ കിട്ടതിന് കാരണക്കാരി നീയാണ്. അതിന് പകരമായി ഞാൻ നിനക്ക് തരുന്ന സമ്മാനമാണ് ആ കമ്പനി. ഞാൻ സംസാരിച്ചോളാം അമ്മയോട്, നീ ടെൻഷൻ ആവാതെ. നോക്കൂ ഗൗതം, വെറുതെ വാശി പിടിക്കണ്ട. എനിക്കും മോളുടെ പേരിൽ കമ്പനി തുടങ്ങുന്നത് തന്നെയാണ് താല്പര്യം. പക്ഷേ വസുവിനെ പിണക്കരുത്. ഒരു വിധത്തിലും അനുനയിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നിയാൽ പുതിയ പ്രോജക്റ്റും വസുന്ധരയുടെ പേരിൽ തന്നെ നടക്കട്ടെ. അതെങ്ങനെയാച്ചാ? ഏട്ടത്തിന്റെ പേര് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചല്ലേ ഏട്ടൻ? മിക്ക പ്രൊജക്ടുകളും ആന്റിയുടെ പേരിലാണ് താനും. ഇത് നിധി എന്റർപ്രൈസസ് എന്നുള്ള പേരിലങ്ങ് ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല. വസുന്ധര പിടിവാശിക്കാരിയാ. ഈ പേരും പറഞ്ഞ് ഇന്നത്തെ ദിവസം ആഹാരം പോലും കഴിച്ചിട്ടില്ല. ഈ പ്രോജക്റ്റ് വസുന്ധരയുടെ പേരിൽ തുടങ്ങാമെന്ന് നീ സമ്മതിച്ചാൽ മാത്രമേ ഇനി ഭക്ഷണം കഴിക്കുള്ളൂ എന്നും പറഞ്ഞ് മുറി അടച്ചിരിക്കുകയാണ് അവള്. ഞാൻ പോയി സംസാരിച്ചു നോക്കി, വഴങ്ങുന്നില്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. അച്ഛൻ ടെൻഷൻ ആവണ്ട. അമ്മയെ എങ്ങനെ തണുപ്പിക്കണമെന്ന് എനിക്കറിയാം. ഞാൻ പോയൊന്ന് സംസാരിച്ച അമ്മയുടെ എല്ലാ വാശിയും ഇല്ലാതാവും. നോയിക്കോ, ഇപ്പൊ എന്റെ കൂടെ ഇറങ്ങി വന്ന് അമ്മ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതേ ഞാൻ കാണിച്ചു തരാം.
അമ്മേ 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 ഞാനാ. ഒന്ന് കഥ പറഞ്ഞ് എനിക്ക് സംസാരിക്കണം. എനിക്ക് ആരെയും കാണുകയും വേണ്ട സംസാരിക്കുകയും വേണ്ട. നീ ഇവിടുന്ന് പോവാൻ നോക്കിയേ. അമ്മേ പ്ലീസ് കഥ തുറക്ക്. തുറക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. നീ പോയി നിന്റെ പണി നോക്ക് ഗൗതം. അമ്മയുടെ ഈ വാശിയുടെയും ദേഷ്യത്തിന്റെ കാരണം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മയ്ക്ക് തന്നെ അറിയാവുന്ന കാര്യമല്ലേ, ആ ജപ്പാൻ കമ്പനിയുടെ പ്രോജക്റ്റ് തിരികെ കെട്ടാൻ കാരണക്കാരിയായത് നിധിയാണ്. അതുകൊണ്ടല്ലേ ആ പ്രോജക്റ്റ് നിധിയുടെ പേരിൽ തുടങ്ങണമെന്ന് എനിക്കൊരാഗ്രഹം തോന്നിയത്. അതിലിപ്പോ എന്താ ഇത്ര വലിയ തെറ്റ്? ഈ ഒരേ ഒരു പ്രോജക്റ്റ് അല്ലേ ഞാൻ നിധിയുടെ പേര് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചത്. അതിന് ഇത്ര വാശി കാണിക്കുന്ന എന്തിനാ? ഗൗതം, നീ കൂടുതൽ വർത്തമാനമൊന്നും പറയണ്ട. എന്നെ പിന്തിരിപ്പിക്കാനും നോക്കണ്ട. നീ പോയി കഴിക്കോ ഉറങ്ങോ എന്താന്ന് വെച്ചാ ചെയ്യ്. അമ്മ ഇങ്ങനെ പട്ടിണി ഇരിക്കാൻ വേണ്ടി എന്ത് വലിയ തെറ്റാ ഞാൻ ചെയ്തെന്ന് ഒന്ന് പറഞ്ഞതാ. അതെങ്കിലും ഞാനൊന്ന് മനസ്സിലാക്കട്ടെ. ഞാൻ ഇന്നലെ മുതൽ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും നീ നിന്റെ തീരുമാനം മാറ്റാൻ തയ്യാറായിട്ടില്ല. ദയവേത് എന്നെ ശല്യപ്പെടുത്താതെ ഇവിടുന്ന് പോവാൻ നോക്ക്. അമ്മ പ്ലീസ് ഡോർ തുറക്ക്. നിന്നോടല്ലേ പറഞ്ഞത് പോകാൻ. പോ എന്റെ മുറിന്ന്. അമ്മേ ഡോറ് തുറക്കമ്മേ. അമ്മേ 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 ഡോറ് തുറക്കാൻ. എന്തായി ഗൗതം? ഏയ് എത്ര വിളിച്ചിട്ടും അമ്മ ഡോറ് തുറക്കുന്നില്ല. അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, വാശിക്കൊട്ടും പുറകിൽ പോകുന്നവരല്ല വസു. ഒരു കാര്യം ചെയ്യാം, ഇനി കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. പുതിയ പ്രോജക്റ്റ് വസുന്ധരയുടെ പേരിൽ തന്നെ തുടങ്ങാമെന്ന് സമ്മതിച്ചേക്ക്. വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ല. പോട്ടെ മോനെ, നീ അച്ഛൻ പറയുന്നത് അനുസരിക്ക്. വെറുതെ കുടുംബത്തിനകത്ത് എന്തിനാ ഒരു സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടാക്കുന്നത്? ഒരാള് പട്ടിണി കിടക്കുക എന്നുള്ളത് സങ്കടമുള്ള കാര്യം തന്നെ. പുതിയ കമ്പനി വസുന്ധരാനിയുടെ പേരിൽ തുടങ്ങുന്നതിൽ എനിക്കൊരു വിഷമമില്ല. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം അതല്ലല്ലോ. ഇതാണ് അമ്മയുടെ സ്വഭാവം. മറ്റുള്ളവരെ കൂടി സങ്കടപ്പെടുത്തും. അമ്മ ഇങ്ങനെ പച്ചവെള്ളം പോലും കുടിക്കില്ല എന്ന് പറഞ്ഞ് മുറി കയറി കഥ അടച്ചിരുന്നാ ഇവിടെ ആർക്കെങ്കിലും സമാധാനം കിട്ടുമോ? കമ്പനി തുടങ്ങുന്നതോ ആരെ പ്രോജക്റ്റ് ഹെഡ് ആക്കുമെന്നുള്ളതോ ഒന്നും അല്ല ഇപ്പോഴത്തെ പ്രശ്നം. വസുന്ധര ആന്റി ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നു എന്നുള്ളതാ. എല്ലാവർക്കും നല്ല വിഷമവും ഉണ്ട്. ആന്റിയെ കൊണ്ട് ഭക്ഷണം കഴിപ്പിച്ചാ പോരെ? അതിനുള്ള വഴി ഞാൻ ഉണ്ടാക്കിക്കോളാം.